ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോഴേ ഇന്ന് നമ്മളിതാ ഈ മധുരക്കിഴങ്ങ് കൊണ്ട് അടിപൊളിയായിട്ടൊരു മിനി കേക്കാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. എന്നിട്ടിതാ ഇതിൻ്റെ അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ടിത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഒരിക്കലും ഇത് മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും അവർക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി നമുക്ക് പുഴുങ്ങിയെടുക്കാനുണ്ട്. ഇത് നമുക്ക് വേറെ കളറൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മധുരക്കിഴങ്ങിൽ തന്നെ നല്ല കളറുണ്ട്. നല്ല യെല്ലോ കളറിലാട്ടോ ഈ കിഴങ്ങിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, അതറിയാമല്ലോ. മധുരക്കിഴങ്ങെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പുഴുങ്ങി കഴിക്കാനും അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പാൻ കേക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിലോട്ട് 2 സ്പൂൺ പഞ്ചസാരയും ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയും ചേർക്കാം കേട്ടോ. ഈ രണ്ടും നമുക്ക് ചേർത്താലും ഒരേ ടേസ്റ്റ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും വരത്തില്ല. നന്നായിട്ട് ഇത് കുഴച്ച് നല്ല നമ്മുടെ ചപ്പാത്തി മാവില്ലേ ആ പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, ഒന്ന് പരുവപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കയ്യിലൊച്ചിരി അല്പം എണ്ണയോ വെള്ളമോ ഇതാക്കിയിട്ട്, വെള്ളമാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ആക്കിയിട്ട് ചെറുതായിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലില്ലേ റൗണ്ട് ചെയ്ത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇതിന് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോനെ എണ്ണയോ ഒന്നും വേണ്ട, ഒരു ജസ്റ്റ് കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതുപോലെ പറക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങി കൊടുക്കുമ്പോൾ കഴിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അവർ കഴിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മിനി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാനുണ്ട്. അത് കഴിഞ്ഞ് കാണാനൊക്കൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.